JBA, I was following then and there few years back and stopped also within few months. പുച്ഛമാണ് സായിബാബ, വളരെ ശരിയാണ്. We shouldn't be when you have knowledge and then started feeling disagreement to a lot of his views. അങ്ങനെ നിർത്തി. നോളജ് ഉണ്ട് എന്ന് അവകാശപ്പെടുന്നില്ല, ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പഠിത്തമൊക്കെ നിർത്തി വീട്ടിലിരിക്കാമല്ലോ. പലപ്പോഴും ഇല്ല എന്ന് ഓരോ ദിവസം തിരിച്ചറിയുന്നത് കൊണ്ടാണ്, കോൺഫിഡൻസ് കുറയുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഭ്രാന്ത് പിടിച്ചിട്ട് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കുറേയധികം കാര്യങ്ങൾ കേൾക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതൊരു അസുഖമായിട്ട് മാറാറുണ്ടോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. പണ്ടൊക്കെ കാറിലൊക്കെ പോകുമ്പോൾ പാട്ടൊക്കെ കേൾക്കായിരുന്നു. അപ്പോൾ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ചിന്താ പ്രശ്നമാണ്. അയ്യോ, പാട്ടൊക്കെ കേട്ടിട്ട് സമയം കളയുന്നു, വല്ല കണ്ടന്റും കേട്ടാലോ. ഇങ്ങനെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ ഇങ്ങനെ കേട്ട് നമുക്കങ്ങനെ പൂർണ്ണമായിട്ട് മാറാൻ പറ്റത്തില്ല എന്നുള്ള തിരിച്ചറിവ് ഞാൻ ആർജിക്കേണ്ടതാണ്. പുരോഗമനവാദികളെ കളിയാക്കുന്നു. പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ആണ് പുള്ളിയുടെ മെയിൻ. പുരോഗമനവാദികളെ കളിയാക്കുന്നു. പുരോഗമനം എന്ന് പറയുന്നത് പ്രാകൃതമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെയധികം അലോസരം ഉണ്ടാക്കുന്ന ഒരു വേർഡാണ്. അപ്പം ചുമ്മാ ഒരു കോമഡി കമന്റ് ആണ്. സത്യമാണ്, JBയുടെ വിചാരം എന്തോ ബുദ്ധിജീവി ആണെന്നാണ്. ഈ ബുദ്ധിജീവി എന്ന് പറയുന്ന ഒരു ജീവി എങ്ങനെ ഇരിക്കും എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഒരു ജീവിയുമായിട്ട് സാദൃശ്യമുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളത് യൂട്യൂബിൽ വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. എന്തൊക്കെയാണെങ്കിലും ഈ ബുദ്ധിജീവി എന്നൊക്കെ ആളുകൾ വിളിക്കുന്നത് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചിന്തിച്ച് പറയുന്ന ആളുകളാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു അപമാനം ഞാനൊരു അലങ്കാരമായിട്ട് ഏറ്റെടുക്കുകയാണ്, പുച്ഛിച്ചല്ല കേട്ടോ.